നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ദൈവം, അതെ, ഒരു ദൈവം തന്നെ വിഷാദത്തിലായാൽ എന്ത് സംഭവിക്കും? ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും കയ്യിലുണ്ടായിട്ടും ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് തോന്നിയാലോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു കഥയാണ്. പുരാതന ഭാരതത്തിലെ ഏറ്റവും ഗഹനമായ തത്വചിന്തകളിലൊന്നായ യോഗവാസിഷ്ഠത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു സാധാരണ പുസ്തകമല്ല കേട്ടോ, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ജ്ഞാനത്തിന്റെ ഒരു മഹാസമുദ്രം തന്നെയാണ്. അപ്പോൾ ഈ യോഗവാസിഷ്ഠം എന്ന് പറയുന്നത് ഒരു സംഭാഷണത്തിന്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു വെറും കഥയല്ല, മറിച്ച് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ഒരു രാജകുമാരൻ, അദ്ദേഹം എങ്ങനെയാണ് ജ്ഞാനോദയം നേടിയത് എന്നതിന്റെ ആഴത്തിലുള്ളൊരു വിവരണമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, ഒരു ദൈവത്തിന്, ഒരു അവതാരത്തിന് എന്തിനാണിങ്ങനെ ഒരു പ്രതിസന്ധി? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിവിടെ അന്വേഷിക്കാൻ പോകുന്നത്. അതെ, ആ ചോദ്യം തന്നെയാണ് ഈ ഇതിഹാസത്തിലെ ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം. ഒരു ദേവന്റെ അവതാരത്തിന് ഒരു സാധാരണ മനുഷ്യനെപ്പോലെ ജീവിതത്തിന്റെ അർത്ഥമെന്താണെന്നുള്ളൊരു ദുഃഖം, ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എങ്ങനെ വരാൻ സാധിക്കും? ഈയൊരു ചോദ്യം ഇതുതന്നെയാണ് യോഗവാസിഷ്ഠത്തെ ഇത്രയധികം ആകർഷകമാക്കുന്നതും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ഇതിഹാസം ആരംഭിക്കുന്നത് ദശരഥ മഹാരാജാവിന്റെ പ്രൗഢഗംഭീരമായ രാജസദസ്സിലാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ജ്ഞാനികളും മന്ത്രിമാരുമൊക്കെ അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ആ വലിയ വേദിയിലാണ് പ്രപഞ്ചത്തോളം പരന്നു കിടക്കുന്ന ആ വലിയ സംഭാഷണത്തിന് തുടക്കം കുറിക്കുന്ന നമ്മുടെ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ കണ്ടുമുട്ടുന്നത്. അതെ, ആരൊക്കെയാണ് ഈ കഥാപാത്രങ്ങളെന്നല്ലേ? ഒരു വശത്ത് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ എല്ലാം അറിയാവുന്ന ജ്ഞാനിയായ വസിഷ്ഠ മഹർഷി, മറുവശത്തോ സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരമാണ്, പക്ഷേ മനസ്സാകെ കലങ്ങിമറിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യുവരാജാവായ രാമൻ. ഈ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധമില്ലേ, അതുതന്നെയാണ് യോഗവാസിഷ്ഠത്തിന്റെ ആത്മാവ്. അപ്പോൾ എന്താണ് രാമന് സംഭവിച്ചത്? ഒരു നീണ്ട തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് രാജ്യത്തേക്ക് മടങ്ങിയെത്തിയതായിരുന്നു കൗമാരപ്രായക്കാരനായ രാമൻ. പക്ഷേ എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം അഗാധമായ വിഷാദത്തിലേക്ക് വീണുപോയി. ആ യാത്ര അദ്ദേഹത്തിന്റെ ലോകത്തോടുള്ള കാഴ്ചപ്പാടുകളെ അപ്പാടെ മാറ്റിമറിച്ചിരുന്നു. രാജ്യപര്യടനത്തിനു ശേഷം തിരിച്ചെത്തിയ രാമന് എല്ലാത്തിനോടും ഒരുതരം വിരക്തിയാണ് അനുഭവപ്പെട്ടത്. സമ്പത്ത്, അധികാരം, എന്തിന്, ഈ ജീവിതം തന്നെ, എല്ലാം അർത്ഥശൂന്യമായി അദ്ദേഹത്തിന് തോന്നി. ഇതിനെയാണ് വൈരാഗ്യമെന്ന് പറയുന്നത്. ലോകത്തിലെ ഒരു സുഖവും ഒരു നേട്ടവും അദ്ദേഹത്തിന് ഒരു സന്തോഷവും നൽകുന്നില്ല. ഒന്നോർത്തു നോക്കൂ, തന്റെ മകനും കിരീടാവകാശിയുമായ രാജകുമാരന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ അച്ഛനായ ദശരഥ മഹാരാജാവ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. ഈ ഉദ്ധരണി ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് വെറുമൊരു വാഗ്ദാനമായിട്ടല്ല പറയുന്നത്, മറിച്ച് ഒരു ഉറപ്പായിട്ടാണ്. അതായത് ഇനി വരാനിരിക്കുന്ന ഈ സംഭാഷണം വെറുമൊരു കഥയല്ല, മറിച്ച് ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം നേടാനുള്ളൊരു വഴികാട്ടിയാണ് എന്ന് ഗ്രന്ഥം തുടക്കത്തിൽ തന്നെ നമുക്ക് ഉറപ്പു തരികയാണ്. അങ്ങനെ ആകെ ദുഃഖിതനായ ദശരഥ മഹാരാജാവ് തന്റെ മകനെ സഹായിക്കാൻ വേണ്ടി ഗുരുവായ വസിഷ്ഠനെ വിളിച്ചുവരുത്തുകയാണ്. അവിടെ വെച്ചാണ് ആ ചരിത്രപ്രസിദ്ധമായ സംഭാഷണം ആരംഭിക്കുന്നത്. 22 ദിവസം നീണ്ടുനിന്ന ഒരു സംവാദം, രാമന്റെ ആഴത്തിലുള്ള ചോദ്യങ്ങൾക്കുത്തരമായി വസിഷ്ഠന്റെ ഉപദേശങ്ങൾ ഒഴുകിത്തുടങ്ങുന്നു. ഈ സംഭാഷണം ഇതുതന്നെയാണ് യോഗവസിഷ്ഠം. അപ്പോൾ രാമന്റെ ഈ അഗാധമായ ദുഃഖത്തിന് വസിഷ്ഠൻ നൽകുന്ന മറുപടി എന്തായിരിക്കും? അതൊരു ലളിതമായ ഉപദേശമൊന്നുമല്ല, അല്ലേയല്ല, മറിച്ച് യാഥാർത്ഥ്യം എന്ന് നമ്മൾ കരുതുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും തലകീഴായി മറിക്കുന്ന ഒരു വിപ്ലവകരമായ തത്വചിന്തയാണ്. വസിഷ്ഠന്റെ ഉപദേശങ്ങളുടെ എല്ലാം കാതൽ എന്താണെന്നറിയാമോ? അതൊരൊറ്റ ആശയമാണ്: അദ്വൈതം. അതായത് പലതായി തോന്നുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി എല്ലാം ഒന്നുതന്നെ. ആ ഒരൊറ്റ പരമമായ യാഥാർത്ഥ്യത്തെയാണ് അദ്ദേഹം ബോധം അഥവാ കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മളീ കാണുന്ന ലോകമില്ലേ, ഈ ഭൗതിക പ്രപഞ്ചം, അത് ആ ഒരൊറ്റ ബോധത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരു സ്വപ്നം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വസിഷ്ഠന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ തലയൊന്ന് കറങ്ങും. അദ്ദേഹം പറയാണ്, രഘുവംശത്തിന്റെ പുത്ര, അറിയുക, ഈ ലോകം നിന്റെ ഭാവനയുടെ വിശാലമായ സാമ്രാജ്യത്തിന്റെ ഒരു പ്രദർശനം മാത്രമാണെന്ന്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ യാഥാർത്ഥ്യമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ ലോകം നമ്മുടെയൊക്കെ ഭാവനയുടെ ഒരു സൃഷ്ടി മാത്രമാണെന്ന്. ഇതൊരു പക്ഷേ ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുള്ള ആശയമായിരിക്കും. അതുകൊണ്ട് വസിഷ്ഠൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം ഉപയോഗിക്കുന്നുണ്ട്: സ്വപ്നം. നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് 100% സത്യമാണെന്ന് തന്നെയല്ലേ നമുക്ക് തോന്നാറ്?
ഉണർന്നെഴുന്നേൽക്കുമ്പോഴാണ് അയ്യോ അതൊരു സ്വപ്നമായിരുന്നല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വസിഷ്ഠൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരുപക്ഷേ നമ്മുടെ ഈ ഉണർന്നിരിക്കുന്ന ജീവിതവും അതുപോലെ ഒരു നീണ്ട വലിയ സ്വപ്നമാണെങ്കിലോ? ഈയൊരു വലിയ ആശയം രാമന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വസിഷ്ഠൻ പിന്നെ ചെയ്യുന്നതെന്താന്ന് വെച്ചാൽ ഡസൻ കണക്കിന് കഥകൾ പറയുകയാണ്. പക്ഷേ ഇവയൊന്നും നമ്മൾ കേട്ടിട്ടുള്ള പോലത്തെ സാധാരണ കഥകളല്ല. ഇവ ഓരോന്നും യാഥാർത്ഥ്യത്തിന്റെ അതിരുകളെ തന്നെ ചോദ്യം ചെയ്യുന്ന സങ്കീർണമായ ചിന്താ പരീക്ഷണങ്ങളാണ്. ഉദാഹരണത്തിന്, മരിച്ചുപോയ ഭർത്താവിന്റെ പുതിയ ജീവിതം കാണാൻ ആകാശസഞ്ചാരം നടത്തുന്ന ഒരു റാണിയുടെ കഥയുണ്ട്. ആ ജീവിതം മുഴുവനും അയാളുടെ മനസ്സിലാണ് നടക്കുന്നത്. പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ ഒരു ജീവിതകാലം മുഴുവൻ ദിവാസ്വപ്നം കണ്ടിട്ട് അത് സത്യമായിരുന്നു എന്നതിന് തെളിവ് കണ്ടെത്തുന്ന ഒരു മനുഷ്യന്റെ കഥ. 10 സഹോദരന്മാർ തപസ് ചെയ്ത് ഓരോരുത്തരും അവരവരുടെ സ്വന്തം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാകുന്ന കഥ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നാം, അല്ലേ? പക്ഷേ ഈ കഥകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ സത്യത്തിലേക്കാണ്. നമ്മുടെ മനസ്സിന് യാഥാർത്ഥ്യത്തെ നിർമ്മിക്കാനും മാറ്റിയെഴുതാനും എന്തിന് വളച്ചൊടിക്കാൻ വരെ കഴിയും എന്നതിലേക്ക്. അപ്പോ ഈ അത്ഭുത കഥകളുടെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം ഒന്നു മാത്രാണ്. അത് കേൾക്കുന്നയാളെ, അതായത് രാമനെ, അതുപോലെ നമ്മളെയും, ഇതാണ് യാഥാർത്ഥ്യം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നില്ലേ, അതിന്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക. നമ്മുടെ ഉറച്ചുപോയ ധാരണകളെ അന്ന് തകർത്ത് കളയുക. ശരി, ലോകം ഒരു സ്വപ്നമാണെന്ന് വെക്കാം. അപ്പോൾ അടുത്ത ചോദ്യം വരും, പിന്നെ നമ്മൾ എന്തു ചെയ്യണം? എല്ലാം ഒരു സ്വപ്നമാണെങ്കിൽ പിന്നെ വെറുതെ ഇരുന്നാൽ മതിയോ? ഒരിക്കലുമല്ല. ആ അറിവോടുകൂടി ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നതാണ് വസിഷ്ഠൻ അടുത്തതായി വിശദീകരിക്കാൻ പോകുന്നത്. ഇവിടെയാണ് യോഗവാസിഷ്ഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വരുന്നത്: ജീവൻ മുക്തി. എന്താണ് ഈ ജീവൻ മുക്തി? ലോകത്തിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല, മറിച്ച് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ തന്നെ പൂർണ്ണമായ ജ്ഞാനോദയം നേടിയ അവസ്ഥ. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാതെ ഇതെല്ലാം ആ ഒരൊറ്റ ദൈവിക ബോധത്തിന്റെ ഒരു പ്രകടനം മാത്രമാണെന്നറിവോടെ ജീവിക്കുക. അപ്പോൾ ഈ ജീവൻ മുക്തി എന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തുക? അതിന് സഹായിക്കുന്ന 4 തൂണുകളെക്കുറിച്ച് വസിഷ്ഠൻ പറയുന്നുണ്ട്. ഒന്നാമത്തേത് സ്വപ്രയത്നം, നമ്മുടെ സ്വന്തം പരിശ്രമം വേണം. രണ്ടാമത്തേത് വിരക്തി, അതായത് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലങ്ങളോടുള്ള അമിതമായ ആസക്തി ഉപേക്ഷിക്കുക. മൂന്നാമത്തേത് ജ്ഞാനികളുമായി സഹവസിക്കുക. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും നിരന്തരമായ ആത്മവിചാരം. ഞാൻ ആരാണ്, എന്താണ് ഈ യാഥാർത്ഥ്യം എന്ന് സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം: ഇതിന്റെ ലക്ഷ്യം ഒരു കല്ലുപോലെ അനങ്ങാതിരിക്കുന്ന ഒരു സന്യാസിയാവുക എന്നതല്ല, നേരെ മറിച്ച് പൂർണ്ണമായ ജ്ഞാനത്തോടും ആനന്ദത്തോടും എല്ലാവരോടുമുള്ള കാരുണ്യത്തോടും കൂടി ഈ ലോകത്തിൽ സജീവമായി പ്രവർത്തിക്കുക എന്നതാണ്. യോഗവാസിഷ്ഠം പഠിപ്പിക്കുന്നത് നിഷ്ക്രിയത്വമല്ല, മറിച്ച് ജ്ഞാനപൂർവമായ കർമ്മമാണ്. അപ്പോൾ ഈ സംഭാഷണത്തിന്റെ അവസാനം യോഗവാസിഷ്ഠം നമ്മുടെ എല്ലാം മുന്നിലേക്ക് വെക്കുന്ന വളരെ ആഴത്തിലുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുകയാണ്. ഈ ജീവിതം ഒരു സ്വപ്നമാണെങ്കിൽ ആരാണ് ആ സ്വപ്നം കാണുന്നത്? ഈയൊരു ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഒരുപക്ഷേ ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കമായിരിക്കും.